കുഞ്ഞുങ്ങളുടെ സ്പീച്ച് ഡിലേയിൽ ഏറ്റവും വലിയ തെറാപ്പി എന്ന് പറയുന്നത് മദർ തെറാപ്പി എന്ന് തന്നെ പറയാം. അതായത് അമ്മയാണ് കുഞ്ഞിൻ്റെ ഏറ്റവും നല്ലൊരു തെറാപ്പിസ്റ്റ്. സ്പീച്ച് സ്റ്റിമുലേഷൻസ് ആണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്നത്. ഈ സ്പീച്ച് സ്റ്റിമുലേഷൻസ് നമ്മൾ ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരുന്ന അമ്മ, അതായത് കുട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാൾ അമ്മ തന്നെയായിരിക്കും. ഇതിൻ്റെ അകത്ത് അമ്മ ഒരു സ്ട്രിക്റ്റ് മദർ ആവണമെന്ന് തന്നെ ഞാൻ പറയും. കാരണം കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന അമ്മമാരാകുമ്പോഴാണ് ഈ സ്പീച്ച് ഡിലേ കൂടുതലായിട്ട് കാണുന്നത്. ചില കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ആംഗ്യങ്ങൾ കാണിക്കും, ചിലത് നമ്മളെ അവർ ചോദിക്കും വിശക്കണേക്കാൻ മുന്നേ കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണം. അതായത് കുഞ്ഞിനെ സ്റ്റിമുലേഷൻ ചെയ്യണം, കുഞ്ഞ് സംസാരിക്കണം, കുഞ്ഞിനിക്കത് തരണം, ഇത് വേണം. ഇത് മാത്രമല്ല, കുഞ്ഞ് ഈ സംഭാഷണങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ മിക്ക വീടുകളിലും ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. സോ അവിടെ അച്ഛനമ്മയും മാത്രം ഉള്ളെങ്കിൽ പോലും അച്ഛനമ്മയും സംസാരിക്കുന്നതും കുട്ടിയോട് സംസാരിക്കുന്നതും എല്ലാം ഒരു ആക്റ്റീവ്, ഒരു ക്വാളിറ്റി ടൈം പാരൻസ് കുട്ടിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവണം. ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ആണ്. അതായത് അവരുടെ പ്രായത്തിലുള്ള സെയിം കുട്ടികളായിട്ട് അവർക്ക് ഇൻട്രാക്ഷൻ ടൈം കിട്ടിയിരിക്കണം. അതിനെ നിങ്ങൾ കുട്ടീനെ പാർക്കിൽ കൊണ്ടുപോവുകയോ ചെറിയ ചെറിയ ഫംഗ്ഷൻസിന് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്ത് അത് കൃത്യമായി കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവണം എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ കാര്യം, നോ സ്ക്രീൻ ടൈം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ സ്ക്രീൻ ടൈമിൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. കുട്ടി എന്തൊക്കെയോ കാണുന്നു, കുട്ടിക്ക് അതിന് പ്രോസസ്സിങ് വരുന്നില്ല. സോ നിങ്ങൾ എപ്പോഴും നോ സ്ക്രീൻ ടൈം പാലിക്കാൻ ശ്രമിക്കണം. ഇനി നാലാമതായി മെഡിക്കേഷൻസ്. ചില കേസുകളിൽ നമുക്ക് മെഡിക്കേഷൻ ആവശ്യമുള്ളതായിട്ട് വരും. അതായത് ആയുർവേദത്തിൽ പറയുന്ന അഭ്യംഗം, ഉദ്വർത്തനം, ശിരോധാര, നസ്യം, കർണപൂരണം, ആസ്യപ്രതിസാരണം എന്നീ ചികിത്സകളും ഇതൊക്കെ ഒരു സ്റ്റിമുലേഷൻസായി നമുക്ക് കൊടുക്കാവുന്നതാണ്.